നമസ്കാരം. അതിനിർണായകമായ നയതന്ത്ര നീക്കങ്ങളുടെ 24 മണിക്കൂറാണ് കഴിഞ്ഞു പോയത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലെത്തി. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഔപചാരിക യോഗമല്ല, ഒരു അനൗപചാരിക യോഗം പാകിസ്ഥാൻ്റെ പ്രത്യേക താല്പര്യമനുസരിച്ച് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചുകൂട്ടി. കാരണം ഇന്ത്യൻ സമയം midnight 12 o'clock ആണ്. അപ്പോൾ ആ സമയത്തെ അനൗപചാരിക യോഗം സാധാരണ കൂടുന്ന ഹാളിൻ്റെ സൈഡ് റൂമിൽ കൂടി 15 അംഗ സെക്യൂരിറ്റി കൗൺസിലിൽ വിശദമായി ഇൻ ക്യാമറ അത് ഡിസ്കസ് ചെയ്തു. രഹസ്യയോഗം എന്ന രീതിയിൽ വരുമ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ ഓരോ രാജ്യങ്ങളും വെളിപ്പെടുത്തിയാലല്ലാതെ കൃത്യമായി അറിയാനാവില്ല. എങ്കിലും അതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിശകലനം തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് വിഷയം കൊണ്ടുപോയത് ഇന്ത്യ അല്ല എന്ന് ഓർക്കണം. ഇന്ത്യ ആക്രമണ വിധേയമായ രാജ്യമാണ്. ആക്രമണകാരിയായ പാകിസ്ഥാനാണ് വിഷയം UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് കൊണ്ടുപോയത്. മാത്രമല്ല, പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറാണ്. ഇന്ത്യ മുൻപ് നോൺ പെർമനൻറ്റ് മെമ്പറായിരുന്നു. ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന രാജ്യവുമാണ് ഇന്ത്യ. ഇപ്പോൾ പാകിസ്ഥാൻ ആ മെമ്പർ എന്ന നിലയിൽ പ്രത്യേക പ്രൊറോഗേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൗൺസിലിൽ വിഷയം കൊണ്ടുവന്നു. പക്ഷേ ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എന്നോർക്കണം. ഇന്ത്യ ഈ 15 അംഗ സെക്യൂരിറ്റി കൗൺസിലിലെ 5 സ്ഥിര അംഗങ്ങളിൽ ചൈന ഒഴിച്ചുള്ള മറ്റ് 4 സ്ഥിര അംഗങ്ങളുമായും നമ്മുടെ ഉന്നത നേതൃത്വം നരേന്ദ്രമോദി തന്നെ നേരിട്ട് അവരുടെ രാഷ്ട്ര നേതാക്കളെ സംസാരിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് അതത് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരെ, അതായത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെയും അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയെയും അതുപോലെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയെയും എല്ലാം തന്നെ വിളിച്ച് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ മീറ്റിംഗ് കൂടുന്നതിന് മുൻപ് തന്നെ. അതേസമയം 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള 9 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സുമായും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സംസാരിച്ചു. അപ്പോൾ എല്ലാ നീക്കങ്ങളും നടത്തി. പാകിസ്ഥാൻ്റെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? പാകിസ്ഥാൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് അസിം ഇഫ്തിഖർ ആണ്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന അക്ബറുദ്ദീനാണ്, സയ്യദ് അക്ബറുദ്ദീൻ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഫേസ് ഇന്ത്യയുടെ പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവായി യുണൈറ്റഡ് നേഷൻസിൽ ഉള്ളത് ഒരു രീതിയിൽ ഒരു ബലമാണ്. കാരണം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ നമ്മൾ പൊസിഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ നല്ലത്. കേന്ദ്രമന്ത്രിസഭയിൽ കാര്യമായ മുസ്ലിം പ്രാതിനിധ്യമില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഒരു ന്യൂനപക്ഷ മുഖമായി അദ്ദേഹം കാണപ്പെടുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും തീരുമാനം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, കാരണം അനൗപചാരിക സമ്മേളനമാണ്, ഒരു പ്രസ് റിലീസ് ഉണ്ടാവില്ല. പക്ഷേ സെക്രട്ടറി ജനറൽ പറഞ്ഞു വെച്ചു, ഡി എസ്കലേഷൻ ഈസ് ദി എസെൻസ്. അത് മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഡി എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളും പൂർണ്ണമായി സംഘർഷത്തിൽ നിന്നും പിന്മാറണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ചാർട്ടറിൻ്റെ തന്നെ 5ാമത്തെ പാർട്ടിൽ 5ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് എന്താണ്? ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ ആ രാജ്യത്തിന് ന്യായമായ തോതിൽ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. കളക്റ്റീവ് സെക്യൂരിറ്റി അനുസരിച്ചാണ് ഐക്യരാഷ്ട്ര സംഘടന വർക്ക് ചെയ്യുന്നത്. കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ 1 for all and all for one, അതായത് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ആക്രമണകാരിയെ അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഒതുക്കുകയും ആക്രമണ വിധേയമായ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ ആ രീതിയിൽ ഇന്ത്യ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് പ്രത്യേകമായി ഓർക്കണം. ഇന്ത്യ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയിട്ടില്ല. കാരണം ഇത് ഉഭയകക്ഷി വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീർക്കാവുന്ന വിഷയം ഐക്യരാഷ്ട്ര സംഘടനയെയോ മറ്റേതെങ്കിലും മധ്യസ്ഥ രാജ്യത്തെയോ മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമീപിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇന്ത്യയുടെ സിംല കരാറിൻ്റെ അന്തസത്ത. അപ്പോൾ സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്മാറിയെങ്കിൽ പോലും ബൈലാറ്ററലിസം എന്ന ഇന്ത്യയുടെ ആ പോളിസി, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ എല്ലാ തർക്കങ്ങളും പരിഹരിക്കേണ്ടതാണ് എന്ന പോളിസി ഇന്ത്യ ഇപ്പോഴും അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇന്ത്യ യാതൊരു രീതിയിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ മധ്യസ്ഥതയ്ക്ക് വഴങ്ങില്ല എന്ന് കൃത്യമായി അറിയാം. തിരിച്ചടിയുടെ സമയവും സാഹചര്യവും തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് ഉണ്ട്.
ഇനി ഇതിൻ്റെ ഔട്ട്കം, നമ്മൾ അറിയുന്നിടത്തോളമുള്ള ഔട്ട്കം, മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്ന, ഗ്ലോബൽ മീഡിയ ഷെയർ ചെയ്യുന്ന ഔട്ട്കമാണ്. അതിപ്പോൾ ജസ്റ്റ് ഏർലിയസ്റ്റ് സൂചനകളാണ് ലഭിക്കുന്നത്. ഒരു രാജ്യവും, ചൈന ഉൾപ്പെടെ, സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളിൽ ഒരു രാജ്യം പോലും പാകിസ്ഥാനെ പൂർണ്ണമായി പിന്തുണച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇവരുടെ എല്ലാം അഭിപ്രായം ഏകകണ്ഠമായിരുന്നു. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ വിഷയം പരിഹരിക്കുക, ടെൻഷൻ ലോക്കലൈസ് ചെയ്ത് നിർത്തുക. രണ്ട് രീതിയിലുള്ള പ്രോളിഫറേഷൻ, എസ്കലേഷൻ ഉണ്ടാകാം. അതിൽ ഒന്ന് വെർട്ടിക്കൽ എസ്കലേഷനാണ്. അതിപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും, അതിർത്തിക്ക് ഇരുവശത്തും സൈനികമായ ബിൽഡപ്പ് ഉണ്ടാകുന്നു. അതാണ് വെർട്ടിക്കൽ എസ്കലേഷൻ. പാകിസ്ഥാൻ്റെ സൈനിക സന്നാഹങ്ങൾ, ഒരുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ തിരിച്ചടിക്കുള്ള ശക്തമായ ഒരുക്കങ്ങളിലാണ് എല്ലാ സേനാ വിഭാഗങ്ങളും. അത് വെർട്ടിക്കൽ എന്ന് പറയാം. ലംബമായി പോകുന്ന എസ്കലേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘർഷം. തിരശ്ചീനമായി അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി പോകുന്ന ഒരു എസ്കലേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് വരികയാണ്. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടും കൂടുതൽ രാജ്യങ്ങൾ വരുമ്പോൾ അത് മഹായുദ്ധങ്ങളിലേക്ക് നീങ്ങും. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ശരിക്കും സംഭവിച്ചത്. ഈ ഹൊറിസോണ്ടൽ പ്രോളിഫറേഷനാണ്, ഹൊറിസോണ്ടൽ എസ്കലേഷനാണ്. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായത് തന്നെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആവിർഭാവം തന്നെ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുക, ലോക്കലൈസ് ചെയ്യുക, ഇൻ്റർനാഷണലൈസ് ചെയ്യാതെ ഇരിക്കുക. ഇനി നമുക്ക് പാകിസ്ഥാനിലേക്ക് വരാം. പാകിസ്ഥാൻ്റെ പോളിസി എന്താണ്? ഇൻ്റർനാഷണലൈസ് കാശ്മീർ ഇഷ്യൂ. അതിന് ലഭിക്കുന്ന ഒരവസരവും പാകിസ്ഥാൻ പാഴാക്കില്ല. അതുകൊണ്ട് ഈ വിഷയം ഉൾപ്പെടെ ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഇപ്പോൾ വാദിയായി നിൽക്കുന്നതും പാകിസ്ഥാനാണ്. യഥാർത്ഥ പ്രതിയായ പാകിസ്ഥാനാണ്. യുണൈറ്റഡ് നേഷൻസിൽ വാദിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യ ജലം തടഞ്ഞു വെച്ചു. അത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായ കാര്യമാണ്. യുദ്ധം എന്നതിൻ്റെ മറ്റൊരു പേരാണ് ജലം. അപ്പോൾ ജലം തടഞ്ഞാൽ അത് ഇറ്റ് ഈസ് ആക്റ്റീവ് അഗ്രഷൻ എന്ന ഗണത്തിലാണ് പാകിസ്ഥാൻ്റെ പ്രതിനിധി അവിടെ വിവരിച്ചത്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് സൈനിക ചുമതലയുള്ള മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതേ ഭാഗം തന്നെയാണ് ഖ്വാജ അസീഫ് ലോകത്തോടായി പറഞ്ഞത്. ഇത് പ്രകോപനമാണ്. ഇന്ത്യ ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നു. ഇന്ത്യ വെള്ളം തടയുന്നു എന്നത് ശരിയാണ്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അതിനുള്ള നടപടികൾ എടുക്കുന്നു, ശരിയാണ്. പക്ഷേ ഒരു കാരണവുമില്ലാതെ എന്ന് പറയുന്നിടത്താണ് ആ ഒരു ട്വിസ്റ്റ്. രണ്ട്, ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ ഞങ്ങളെ അകാരണമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതാണ് രണ്ടാമത്തെ ട്വിസ്റ്റ്. എന്താണ് അകാരണം? വ്യക്തമായ കാരണമാണ്. 12 ദിവസമായി കഴിഞ്ഞാൽ 1-2 ആഴ്ചയായി ഇന്ത്യ തയ്യാറെടുപ്പിലാണ്. പഹൽഗാമിന് മറുപടി കൊടുക്കണം, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അകാരണം എന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് പാകിസ്ഥാൻ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഐക്യരാഷ്ട്ര സംഘടന എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഒരു സംഘർഷമുണ്ടാകുമ്പോൾ രണ്ട് രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ചർച്ച ചെയ്ത് അതിനൊക്കെയുള്ള വലിപ്പം ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇല്ല. ഇസ്രയേൽ ഐക്യരാഷ്ട്ര സംഘടനയോട് പറഞ്ഞത് പോയി പണി നോക്കാനാണ് ഗുട്ടറസിനോട്, അന്റോണിയോ ഗുട്ടറസിനോട് ഇസ്രയേൽ പറഞ്ഞത് എന്നോർക്കണം. റഷ്യയുടെ പുടിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉക്രൈൻ്റെ കാര്യത്തിൽ സംയമനം പാലിക്കണമെന്ന്? അപ്പം UN സിസ്റ്റം പരാജയപ്പെടുന്നു. അതേസമയം UN സിസ്റ്റത്തിന് ബദലായി ഒരു രാജ്യങ്ങളുടെ തന്നെ ഒരു കൺസോർഷ്യം, കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നു. അത് G20 എന്ന ഒരു വിശാലമായ സാമ്പത്തിക കൂട്ടായ്മ. അതിനോടൊപ്പം തന്നെ ബ്രിക്സ് എന്ന രീതിയിൽ ചില രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക വിരുദ്ധ ഒരു സഖ്യം, സാമ്പത്തിക സഖ്യമാണെന്ന് പറയാം, രാഷ്ട്രീയ സഖ്യമല്ല. അതേസമയം സൈനിക തലത്തിൽ അനവധി സഖ്യങ്ങൾ ഉണ്ട്, ഇപ്പോഴും റെലവൻ്റാണ്. നെയ്റ്റോ, മറ്റ് പല സഖ്യങ്ങളുണ്ട്, ക്വാഡ് പോലെയുള്ള ചതുരാഷ്ട്ര സഖ്യങ്ങളുണ്ട്. അനേക ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകൾ വരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രസക്തി തുലോം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ വിഷയം എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി മാത്രം ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ എന്ന് ഓർക്കുക. മറ്റു കാര്യങ്ങളുണ്ട്, മറ്റ് വീഡിയോസിലൂടെ ഞാൻ മറ്റ് നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊള്ളാം. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇനി വരാൻ പോകുന്നത് പാകിസ്ഥാൻ ഈ വിഷയം ജനറൽ അസംബ്ലിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരും.
തീർച്ചയായും ഒരു ആക്രമണം ഉണ്ടാകുമല്ലോ. എൻ്റെ ഒരു നിഗമനമാണ്, ഒരു ആക്രമണം ഉണ്ടാകും. അത് ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും, ഒരു തിരിച്ചടി ഉണ്ടാകും എന്നതിൽ സംശയമില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഔപചാരികമായ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് കൂടേണ്ടി വരും. അതൊരു എസ്കലേഷനാണ്, യുദ്ധം തന്നെയാണ്. ഇപ്പോൾ ഈ സന്നാഹങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അനൗപചാരിക യോഗം ചേർന്നത്. യഥാർത്ഥ സെക്യൂരിറ്റി കൗൺസിൽ തുടങ്ങും. അവിടെ പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇന്ത്യയെ വിമർശിക്കുന്ന പ്രമേയം, രണ്ട് തരം പ്രമേയങ്ങൾ വരും. ഇന്ത്യയെ വിമർശിക്കുന്ന പ്രമേയം വരും, പാകിസ്ഥാനെ വിമർശിക്കുന്ന പ്രമേയം വരും. അത് ഏതെങ്കിലും രാജ്യങ്ങൾ കൊണ്ടുവരും. ഇന്ത്യക്ക് അനുകൂലമായും പാകിസ്ഥാൻ അനുകൂലമായും വീറ്റോ പ്രയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, ഉണ്ടാകും. അപ്പം ചൈന ഉറപ്പായി പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ വീറ്റോ ഉപയോഗിക്കും, അതിന് സംശയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പ്രതീക്ഷ റഷ്യയെക്കുറിച്ചാണ്. റഷ്യ ഒരുപക്ഷെ ഇന്ത്യക്ക് അനുകൂലമായി ഇന്ത്യയെ വിമർശിക്കുന്ന പ്രമേയം വീറ്റോ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട്, റഷ്യയുടെ ഇപ്പോഴത്തെ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അതിനുശേഷമാണ് ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ അളക്കുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ കൺസോർഷ്യം അല്ലെങ്കിൽ 193 രാജ്യങ്ങളുടെ സഭ, അതാണല്ലോ ഐക്യരാഷ്ട്ര സഭ. അപ്പോൾ അതിൻ്റെ ജനറൽ അസംബ്ലി, പൊതുസഭ കൂടാനുള്ള സാധ്യതയുണ്ട്. പൊതുസഭയുടെ ഒരു പ്രിൻസിപ്പിളാണ് യുണൈറ്റിംഗ് ഫോർ പീസ് റെസൊല്യൂഷനൊക്കെ. അതൊക്കെ ഈ കാലഹരണപ്പെട്ട ആശയങ്ങളാണ്. എങ്കിൽ പോലും ലോക അഭിപ്രായം അവിടെ യുദ്ധം തുടരരുത് എന്ന മട്ടിൽ ലോക പൊതുജനാഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് കൃത്യമായി ക്രിസ്പായി കാര്യങ്ങൾ വെടിപ്പായി ചെയ്തു തീർക്കാനുള്ള ചുമതല ഇന്ത്യയുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉണ്ട്. സംഭവം വെച്ച് വഷളാക്കി ഒരുപാട് രാജ്യങ്ങൾ കയറി അഭിപ്രായം പറയുകയും വിമർശിക്കുകയും, ഒരു ആക്രമണം പ്രത്യാക്രമണമാണെങ്കിൽ പോലും വിമർശിക്കപ്പെടും, ഇന്ത്യയെ വിമർശിക്കപ്പെടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതാണ് കറക്റ്റ് ടൈമിങ് നോക്കി അത് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ കരണീയമായി ഉള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇന്ത്യ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ജലം തടയുന്നു എന്നത് അല്ലാതെ കാര്യമായ ഒരു സൈനിക നീക്കവും ഇന്ത്യ നടത്തിയിട്ടില്ല എന്ന് ഓർക്കണം. എല്ലാ നീക്കങ്ങളും നയതന്ത്ര തലത്തിൽ മാത്രം ഈ നിമിഷം വരെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ജനറൽ ഗുഡ്വിൽ ഇന്ത്യയോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ പ്രേക്ഷകരെ. അതേപോലെ തന്നെ സപ്പോർട്ട് എന്ന് രാജ്യങ്ങൾ പറയുന്നത് ആക്രമണ വിധേയമായ രാജ്യം എന്ന നിലയിൽ ധാർമ്മികമായ പിന്തുണ മാത്രമാണ്, സൈനിക പിന്തുണ അല്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിയെങ്കിലേ പറ്റൂ. ഇന്ത്യയുടെ സൈനിക നടപടി എന്നതിന് ഒരു രാജ്യവും ഇന്ത്യയെ നേരിട്ട് സൈനികമായി സഹായിക്കാൻ ഒരു സാധ്യതയുമില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനെയും നേരിട്ടൊരു രാജ്യവും സഹായിക്കാൻ സാധ്യതയില്ല, ചൈന പോലും. അതുകൊണ്ട് ഈ ഒരു സംഘർഷം ലോക്കലൈസ് ചെയ്ത് നിർത്തുന്നതിലാണ് നമുക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും യുണൈറ്റഡ് നേഷൻസിനും ഒക്കെ താല്പര്യം എന്ന സൂചനയോടെ നിർത്തട്ടെ.